ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയകാല സൂപ്പർ ഹിറ്റ് സംവിധായകൻ ടി.എസ്. സുരേഷ് ബാബു ഏറെ നാളുകൾക്ക് ശേഷം സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. പുതുമുഖ താരം അഷ്കർ സൗദാൻ നായകനാകുന്ന ഈ സിനിമയിൽ ലക്ഷ്മി റായി, ബാബു ആന്റണി, അജു വർഗീസ് എന്നിങ്ങനെയാണ് താരനിര. റേച്ചൽ പുന്നൂസ് IPS എന്ന പോലീസ് ഓഫീസറായി ചിത്രത്തിൽ ആദ്യ അവസാനം മിന്നി നിൽക്കുന്നത് ലക്ഷ്മി റായി തന്നെയാണ്. പുതുമുഖ താരം എന്ന യാതൊരുവിധ ചാഞ്ചാട്ടവുമില്ലാതെ അഷ്കർ സൗദാനും ആദ്യ അവസാനം മിന്നിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ബാബു ആന്റണിക്ക് സിനിമയിലെ ആദ്യ രംഗങ്ങളിലെ ചില സങ്കട രംഗങ്ങൾ ഒഴിച്ച് സിനിമയുടെ ഭാഗമായി പിന്നീട് എങ്ങും കാണാനില്ലായിരുന്നു. എന്തായാലും പ്രേക്ഷകർക്ക് ഈ സിനിമ ഒരു പരിധിവരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് തിയേറ്റർ റെസ്പോൺസ് വെച്ച് മനസ്സിലാക്കാനാവുന്നത്. ചിത്രം ഇന്നലെ 5 ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 65 ലക്ഷം രൂപയാണ്. കെ ഷമീർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജൂൺ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മുറിവ്. ഷമീർ തന്നെ നിർമ്മിച്ച ഈ സിനിമയിൽ അജയ് വാസുദേവ്, നിഷാദ് കെ കോയ, കൃഷ്ണ പ്രവീണ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. മികച്ച അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് തിയേറ്റർ കൗണ്ട് കുറവാണ്. ആദ്യ 5 ദിവസം കൊണ്ട് ഈ ചിത്രം 28 ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. രഞ്ജിത്ത് സജീവ് നായകനായി നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത സിനിമയാണ് ഗോളം. പ്രവീൺ വിശ്വനാഥ്, സംജാത് എന്നിവർ ചേർന്ന് തിരക്കഥെഴുതിയ ഈ സിനിമ ജൂൺ 7 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. വളരെ മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഗോളം എന്നാണ് പൊതുവെ അഭിപ്രായം നേടിയെടുത്തിട്ടുള്ളത്. ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, അലൻ സിയർ, ചിന്നു ചാന്ദിനി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. കേവലം 1.5 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കേരളത്തിൽ മാത്രം ഇപ്പോൾ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 2,70 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുമുണ്ട്. ചിത്രത്തിന് 2ാം ഭാഗം കൂടി വരും എന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് ചിത്രത്തിന് ക്ലൈമാക്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. വിനോദ് ലീല സംവിധാനം ചെയ്ത് അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച് മെയ് 24 തിയേറ്ററിലെത്തിയ മന്ദാകിനി എന്ന സിനിമയും ക്ലീൻ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഏകദേശം 3-3.5 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ഇപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 6 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ ചിത്രത്തിന് കഴിഞ്ഞ വാരം മുതൽ തിയേറ്ററുകളുടെ എണ്ണം കൂടുകയും കളക്ഷൻ വർദ്ധിക്കുകയും ചെയ്തിട്ടുമുണ്ട്. നിലവിൽ 4.5 കോടിയോളം രൂപ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയിട്ടുമുണ്ട്. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി JK സംവിധാനം ചെയ്ത് ജൂൺ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഗർ. ഇന്നലെ തിങ്കളാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 40 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു. ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി 40 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. നിലവിൽ 5 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4.5 കോടിക്ക് മുകളിലും നേടിയെടുത്തിരിക്കുകയാണ്. ഷാജി നടേശൻ, തമിഴ് താരം ആര്യ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ മുടക്ക് മുതൽ 8 കോടി രൂപയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥെഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമയുടെ അറബിക് ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. ഇന്നലെ ദുബായിൽ സിനിമയുടെ സക്സസ് സെലിബ്രേഷനോടൊപ്പമാണ് ചിത്രത്തിന്റെ അറബിക് ടീസർ ലോഞ്ചിങ്ങും ഉണ്ടായിരുന്നത്. ടർബോ എന്ന സിനിമയുടെ ആദ്യം പുറത്തിറങ്ങിയ മലയാളം ടീസറിനേക്കാൾ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ടീസറാണ് അറബിക് ടീസർ. 16 മണിക്കൂർ പിന്നിടുമ്പോൾ 1.5 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ് ഈ ടീസറിന് ലഭിച്ചിട്ടുള്ളത്. ടർബോയുടെ അറബ് പതിപ്പ് എന്ന് പുറത്തിറങ്ങും എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും അറബ് രാജ്യങ്ങളിൽ ടർബോയുടെ അറബിക് പതിപ്പിന് മികച്ച സ്വീകാര്യത ലഭിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.